തെറ്റുകുറ്റങ്ങളും പാകപ്പഴവുകളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവിധ ബലാഗ് മുസീബത്തുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും റബ്ബത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും അഭിമാനത്തിലുമാക്കി ജീവിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമതു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഫായിസീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ ഇഷ്ടകാര്യം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനിയുടെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നൈമിഷികമാണെന്നും ശാശ്വതമായ പരലോകത്തെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുമുള്ള വിശ്വാസത്തിലാണ് സത്യവിശ്വാസികൾ അമൽ ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതങ്ങളൊക്കെ ക്രമീകരിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് നല്ല ഒരു ഇണയും ഇണയ്ക്കൊരു തുണയും ആ അടങ്ങിയ ഭാര്യ ഭർത്താക്കന്മാരെന്ന് മലയാളത്തിൽ പറയുന്ന ഇണയും തുണയും ഒത്തൊരുമിച്ചുള്ള സഹകരിച്ചുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് നമ്മുടെ കുടുംബ സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ചിരിക്കുന്നതുമൊക്കെ. അതുകൊണ്ടാണ് മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ തഖ്വയ്ക്ക് ശേഷം അവന് കിട്ടാവുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഖൈറൻ ലഹു, അവൻ ഏറ്റവും ഗുണമായിട്ട് മിൻ സൗജത്തിൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഇണയായി കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു നേട്ടവും ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടാനില്ല, ഒരു മുഅ്മിനിന് കിട്ടാനില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ കുറിച്ച് അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, കുടുംബ ജീവിതത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉപ്പാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഉപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ONV കുറുപ്പിന് ദേശീയ അവാർഡ് കിട്ടിയ കവിതയുടെ പേര് ഉപ്പ് എന്നാണ്. വലിയ പുസ്തകമാണ്, തടിച്ച കവിതാ സമാഹാരമാണ് ഉപ്പ്. അപ്പൊ എന്തായി ഉപ്പിന്റെ പ്രത്യേകത ചോദിച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ എന്ത് കേട് വന്നാലും എന്തിട്ട് നേരാക്കാം, ഉപ്പിട്ടിട്ട് നേരാക്കാം. പക്ഷെ ഉപ്പ് കേട് വന്നാൽ എന്തിട്ടാലും നേരാവില്ല. അതുകൊണ്ടാണ് സമൂഹത്തിലെ ഉപ്പാണ് ആര് പെണ്ണ് എന്ന് പറയുന്നത്. ഇത് ഉപ്പാണ്. ഇതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, ഒരു കൂട്ടാൻ ശരിയാവില്ല. എത്ര നന്നായി കൂട്ടാൻ പറ്റാലും ഉപ്പിട്ടില്ലെങ്കിൽ ആ കൂട്ടാൻ കൊണ്ട് വലിയ കാര്യമുണ്ടോ? ഉപ്പില്ലാത്ത കൂട്ടാൻ ഒന്നിനും പറ്റൂല. അത് ഏറിയാലോ എന്നാലും പറ്റൂല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ ഉപ്പാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ചീഞ്ഞു പോകാൻ പാടില്ല എന്നത് അള്ളാഹുവിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തത് സ്ത്രീയും രണ്ടാമത്തത് കള്ളുമാണ്, മദ്യവുമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇത് രണ്ടുമാണ് ലോകത്ത് അള്ളാന്റെ റസൂലിന് ഈ സമുദായത്തെ പറ്റിയുള്ള പേടി. മദ്യപാനം അധികരിക്കുക, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാവുക, ഇത് രണ്ടും അള്ളാന്റെ റസൂല് പേടിച്ചൊരു കാര്യമാണ്. എത്രത്തോളം അള്ളാന്റെ റസൂല് പറയുന്ന ഒരു ഹദീസിൽ കാണാം, കൈഫ ബിക്കും അയ്യുഹൻ നാസു, റസൂലുള്ള വളരെ പ്രയാസത്തോടുകൂടെ പറയാ, കൈഫ ബിക്കും അയ്യുഹൻ നാസ്, എങ്ങനെ ഉണ്ടാകും ജനങ്ങളെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇതാ ത്വഹാനിസാവുക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ തമ്മാടിച്ചികളാവുകയും സ്ത്രീകൾ തമ്മാടിച്ചികളാവുകയും ഫസക്ക ഫിത്തിയാനുക്കും, നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ തമ്മാടിത്തരത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ എന്താകും ലോകത്തിന്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വേദനയോടുകൂടെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, കാലു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഹാദാല കായിന് അങ്ങനെ ഉണ്ടാവോ? നമ്മളെ സ്ത്രീകൾ അങ്ങനെ കേടുവരുമോ? നമ്മളെ ചെറുപ്പക്കാരങ്ങനെ നശിക്കോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതല്ല, അതിലേറെ വലുതാ ഉണ്ടാകാൻ പോണത്. അതൊന്നും അല്ല ഇവിടെ പ്രശ്നം, അതിലേറെ ഗുരുതരമായ മുസീബത്തുകളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇതാ കാലത്ത് ഉമറാവുക്കും ശിറാറക്കും, നിങ്ങളുടെ നേതാക്കന്മാരായി വരുന്നവര്, നിങ്ങളുടെ ഭരണാധികാരികളായി വരുന്നവര്, നിങ്ങളെ നിയന്ത്രിക്കുന്നവർ ഏറ്റവും വൃത്തികെട്ടവരായി മാറുന്ന ഒരു കാലം വന്നാൽ ഒരു നാശം. ശരിയല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ. ഭരിക്കുന്നവരാവട്ടെ, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, പള്ളി കമ്മിറ്റി ആവട്ടെ, മദ്രസ കമ്മിറ്റി ആവട്ടെ, ആരാ ഉറക്ക വർത്താനം പറയണവൻ പ്രസിഡന്റ് ആക്കും അല്ലെ? പള്ളി കമ്മിറ്റി കൂടാൻ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ജനറൽ ബോഡി തീരുമാനം വരിക.
ഉറക്കം ഒച്ചിട്ട് വർത്താനം പറയുന്ന ഒരു ഹംക്ക് ഉണ്ടാവും. ആ ഹംക്കിനെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആവും. ലെവലേശം അന്തെന്ന് പറഞ്ഞ് ദീനുമായിട്ട് ഒരു ബന്ധം അവനുണ്ടാവില്ല. ദീനിനെ പറ്റി സ്വാഭാവികമായ, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 2-3 ദിവസം മുമ്പ് പാലക്കാട് ഒരു പള്ളിയിൽ ജോലി സംബന്ധമായിട്ട് പോകാൻ പറഞ്ഞിട്ട് പോയി മകരിവിക്ക്. അപ്പൊ എന്നെ ഇമാമ് നിർത്തി. ബാക്കിയൊക്കെ പറ്റിയത്രേ പറഞ്ഞു. ഷർട്ടിന്റെ ചുടി തേക്കാണ്ട് ഇസ്തിരി ഇടാണ്ട് അയാൾ വന്നിരിക്കുന്നതാണ് എന്നെ പറ്റിയുള്ള പറ്റ. കാരണം ബാക്കി ഒന്നും നോക്കാൻ പ്രസിഡന്റിന് അറിയില്ല. പ്രസിഡന്റിന് അറിയില്ല, ഇസ്തിരി ഇട്ടിട്ടുണ്ടോ നോക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇസ്തിരി ഇട്ടോ ഇല്ല എന്നല്ല, ഞാൻ വീട്ടിൽ നിന്ന് മുമ്പ് പുതിയ ഷർട്ട് എടുത്തിട്ട് പോയത്, അത് വേറെ വിഷയം. പക്ഷെ അത് കണ്ട കുറ്റം എന്താ? പാർട്ടിയിൽ കുറ്റമല്ല, നിക്കാലത്തിൽ കുറ്റമല്ല, തൊഴിൽ കുറ്റമല്ല. അവനെന്തിനാ കുറ്റം? ഷർട്ടിന് ഇസ്തിരി എന്നിട്ടാണ് വന്നിരിക്കുന്നതാണ് അയാൾക്കുള്ള പരാതി. നമ്മുടെ കമ്മിറ്റിക്കാരുടെ നിലവാരമാണ് ഈ പറയുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ലോ, ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റേ ഞാൻ പോയത് അവിടെ എന്താ പിരിവുശാല പറഞ്ഞ സ്ഥലത്ത്, ഐവിയിൽ ചന്ദ്രനഗറിന്റെ അപ്പുറത്ത്. ഇതാണ് ജനങ്ങളുടെ നിലവാരം. ഇത്തരം ആളുകളെ പിടിച്ചിട്ടാണ് കമ്മിറ്റിക്കാരാക്കുന്നത്. ഒരു മൗലിയരെ തീരുമാനിക്കുമ്പോൾ അയാൾക്ക് ഓതാൻ അറിയോ, അയാൾക്ക് ഫിഖ് അറിയോ, അയാൾക്ക് ദീനിയായ ബോധവും സംസ്കാരവും ഉണ്ടോ, സദാചാര ബോധം ഉണ്ടോ, അതൊന്നും അല്ല നോക്കണേ. അയാൾ ഇസ്തിരി ഇട്ടിട്ടുണ്ടോ നോക്കാനാണ് കമ്മിറ്റി എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരു ഷർട്ട് ചുളിയാതെ കൊണ്ടുപോയതിന് നമുക്കിപ്പോൾ അറിയില്ലല്ലോ ഇസ്തിരിയെ നോക്കാൻ. ഇതാണ് കമ്മിറ്റി. അല്ലാണ്ട് റസൂല് പഠിപ്പിക്കുകയാണ്, ശിറാറക്കും നിങ്ങളെ ഭരിക്കാൻ വേണ്ടി അധികാരത്തിൽ വരുന്നവരാരാ? ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ. അള്ളാഹിനെ പറ്റി ഒരു പേടിയില്ല, ദീനുമില്ല, സദാചാരമില്ല, സംസ്കാരമില്ലാത്ത ഏതെങ്കിലും വൃത്തികെട്ടവന്മാര് കമ്മിറ്റിക്കാരായിട്ട് വരുന്നൊരു കാലം വരികയും, അല്ലാണ്ട് റസൂല് പറയുന്നു അഗ്നിയാവുക്കും ബുഖലാക്കും, നിങ്ങളിലുള്ള സമ്പന്നന്മാര് ഏറ്റവും വലിയ പിശുക്കന്മാരായി തീരുകയും ചെയ്താൽ. പൈസ ഉള്ളവൻ കൊടുക്കൂല. നമ്മൾ പറയാറില്ലേ, കല്ല് കിട്ടണവനിക്ക് എറിയാൻ അറിയില്ല, എറിയാൻ അറിയണവനിക്ക് കല്ലും കിട്ടൂല പറഞ്ഞ പോലെയാണ്. ഇത് കല്ല് കിട്ടാത്തതുകൊണ്ട് എറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാങ്ങ വീഴൂല. മാങ്ങ വീഴണമെങ്കിൽ എറിയാൻ അറിയണവൻ എറിയണം, പക്ഷെ അവന് കല്ലുമില്ല എന്ന് പറഞ്ഞ പോലെ കൊടുക്കാൻ വിചാരിക്കണവരുടെ പൈസ അല്ല. പൈസ ഉള്ളവരോ കൊടുക്കൂല. കൊടുക്കണമെങ്കിൽ അവർ വീഡിയോ പിടിക്കണം, എന്നിട്ട് അത് പ്രചരിപ്പിക്കണം. എന്നാൽ 10 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടിയതൊക്കെ വരും. യൂസുഫലിനെ പോലത്തെ ആൾക്കാരൊക്കെ കൊടുക്കും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അവരിലെ പണക്കാരൊക്കെ പിശുക്കന്മാരും ഉമൂറുക്കും ഇലാലി സഹായിക്കും. അല്ലാണ്ട് റസൂല് പറയാ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ആരെയാണ്? പെണ്ണുങ്ങളെയാണ്. എല്ലാ കാര്യവും ഇപ്പൊ ആരുടെ അധികാരമൊക്കെ പെണ്ണുങ്ങളാ. ഇലക്ഷൻ വരാൻ പോവാണ്. എന്റെ വാർഡിൽ പെണ്ണാണ്, എന്റെ അടുത്തുള്ള വാർഡിൽ പെണ്ണാണ്, ബ്ലോക്ക് പഞ്ചായത്തിക്ക് പെണ്ണാണ്, ജില്ലാ പഞ്ചായത്തിക്കും പെണ്ണാണ്. ഒരാണിന് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാതെ തോഫിക്കോടൊക്കെ എനിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇലക്ഷനാണ് വരാൻ പോയി. ഈ പെണ്ണുങ്ങളുടെ കൂടിയാട്ടവും കൊണ്ടിയാട്ടവും ഈ കുണ്ടികുലിക്കലുമായിട്ട് ഇലക്ഷൻ പ്രചരണം ആരംഭിക്കാൻ പോവുക. എന്ത് വൃത്തികെട്ട ഏർപ്പാടാക്കി നടക്കാൻ പോണത്? ഇലക്ഷന്റെ പേരിൽ ഇവിടെ നടക്കുന്ന വൃത്തികേടുകള്. ഈ പെണ്ണുങ്ങളിലേക്കാണ് അധികാരം. ഇത് രാഷ്ട്രീയം മാത്രമല്ല, കുടുംബത്തിലായാലും എവിടെയായാലും ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഭൂമിയുടെ ഉൾഭാഗം, അതായത് ഖബർ, ഖൈറുൻ ലക്കും മിൻ ലഹ്രിഹ, അതിന്റെ പുറംഭാഗത്തേക്കാൾ നിങ്ങൾക്ക് നല്ലത് അതാണെന്ന് റസൂൽ പറഞ്ഞു. പുറത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഖബറിൽ കിടക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ആര് പറയണു? റസൂലുള്ള പറയുന്ന ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ പുറമെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത്തരം ഒരു അവസ്ഥ വരുമ്പോ ഷറഫും ആ വിഭാഗത്തിന്റെ അത്തരം ഒരു അവസ്ഥ വരുന്ന സമയത്ത് തിർമിദിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇത്ഹാഫുൽ ജമാഅയിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം. അതേപോലെ മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കാണാം, ഈ നിലയില് കൈഫ യഫ്ലഹു ഖൗമുൻ, എങ്ങനെയാണ് ഒരു വിഭാഗം വിജയിക്കുക? വല്ലഹു അംറഹും ഇംറാത്തൻ, അവരുടെ അധികാരമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക്, ആ പെണ്ണുങ്ങൾക്കാണ്. പെണ്ണുങ്ങളുടെ കയ്യിലാണ് അധികാരം. ഇപ്പതാ 33% സംവരണമാണെന്ന് എപ്പോ പറയുന്നത്. ഒരു പണ്ട് സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കണം എന്ത് പറഞ്ഞിട്ടാ? 42% പെണ്ണുങ്ങൾ ഉണ്ടാവുകൊണ്ട് അത്രയും ശതമാനം സംവരണം വേണം. 33 നിർത്താൻ പാടില്ല. ഞങ്ങളുടെ ശതമാനത്തിനനുസരിച്ചിട്ട് സംവരണം വേണം പറഞ്ഞിട്ട് ഒരു പെണ്ണ് കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇപ്പൊ ഇതിന്റെ പുറമെ ജനറൽ സീറ്റുകളിലൊക്കെ ഇവർക്ക് മത്സരിക്കാം. എത്രത്തോളം? ഞാനിപ്പോ അടുത്ത് ഏറുവാടി പോയപ്പോ പള്ളിയുടെ ഖബറടക്കപ്പെട്ടതിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും അല്ലെ, ആ മക്കാമില്, ഇബ്രാഹിം ബാദുഷന്റെ മക്കാമില് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ആർക്ക് സംവരണം? സ്ത്രീകൾ, ലേഡീസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ആരും പോകാൻ പാടില്ല, ആണുങ്ങൾക്ക് പോകാൻ പാടില്ല. എന്നാ പിന്നെ നേരെ ഇപ്പുറത്ത് മൂപ്പരുടെ കാലിന്റെ ഭാഗത്താണ് ആർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളത് വരക്കാൻ പോകുമ്പോ ആണുങ്ങൾക്കുള്ളത്. അവിടെയോ? അവിടെ ഞമ്മ പോയിരുന്നതിന് തൊട്ട് വന്നിട്ട് ചുരിദാർ ഇട്ടിട്ട് പെണ്ണുങ്ങൾ വന്നിരിക്കണേ. ഞാനൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് നേരം ഇരുന്നിട്ട് ആ
ഇതിലല്ലേ ഇരിക്കണം, തണുത്ത കട്ടയിൽ ഇരുന്നിട്ട് കാല് ധരിച്ചപ്പോ ഇരുന്നിട്ട് ഒരു കാല് ഞാൻ സാധാരണ മുതലിസന്മാരൊക്കെ ഇരിക്കും പോലെ ഒരു കാല് എടുത്തിട്ട് മറ്റേ കാലിന്റെ മേലേക്ക് വെച്ചു. അതുകൊണ്ട് കണ്ട വഴിക്കേ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല എന്ന് വേണ്ട എന്നോട് ഒച്ചിട്ടു അവിടെ നിൽക്കണ ചെങ്ങായി. എന്റെ അടുത്ത് ഇങ്ങനെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നുണ്ട്, അതിന് മൂപ്പർക്ക് യാതൊരു വിരോധമില്ല. ഞാനൊന്ന് കാല് കയറ്റി വെച്ച വലിയ സ്വബൂൽ മൂപ്പിക്കാത്തായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. കാലിന്റെ മേലെ കാല് കയറ്റിരിക്കില്ല, ഇരുന്നിട്ട് കാല് ധരിച്ചപ്പോ ഒന്ന് കയറ്റി വെച്ചതാ, ധരിപ്പ് മാറാം. അതുപോലും അനുവദിക്കൂല. പക്ഷെ ഇവിടെ ഹറാമ് നടക്കുന്ന കുഴപ്പമില്ല. കറാഹത്ത് പോലും അല്ലാത്തൊരു കാര്യം കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കുക അവരുടെ കറാഹത്ത് പോലും അല്ല. അത് തടയാനും അതിനൊക്കെ അവിടുത്തെ നാട്ടുകാരും കമ്മിറ്റിക്കാരും അതിനവിടുത്തെ മക്കാമിലെ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ഹറാമ് തടയാൻ എന്തില്ല. നമ്മളാ പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് പോയി ഇന്ന് അവര് സമ്മതിക്കോ? അപ്പൊ അത് സമ്മതിക്കില്ല. എന്ത് മുസീബത്താ. അപ്പൊ വെറും രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാവരും ഈ പെണ്ണാധിപത്യം, പെണ്ണുങ്ങളുടെ ആധിപത്യം. ഇപ്പൊ ഞങ്ങളവിടെ ആ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊന്നും പോകാൻ പറ്റൂല, പക്ഷെ മജ്‌ലിസിനോട് ഉണ്ടാക്കാൻ പോകത്തില്ല. അതിന് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കണം. നിസ്കരിക്കാൻ പോകാൻ പറ്റൂല. അതോ വലിയ തെറ്റായി പോയി. പെണ്ണങ്ങാനും പള്ളിയിൽ കയറി നിസ്കരിച്ചാല് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അത് വലിയ തെറ്റാ. സലാത്തിനും മജ്‌ലിസിനൂറിനും ഒക്കെ പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല, നഴുതുമില്ല. അന്നൊക്കെ ആകട്ടെ ഇത്തരം തമ്മാടിത്തരങ്ങള്, തനിച്ച ഹറാമുകള് നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അത് തടയാനൊന്നും ഈ വിഭാഗങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല. കാരണം അവർക്ക് ഈസാ നബിയെക്കാളും മൂസാ നബിയെക്കാളും വലുത് പൈസ നബിയ. പൈസ കിട്ടണമെങ്കിൽ ആര് വരണം? പെണ്ണുങ്ങൾ വരണം. ആണുങ്ങൾ പോയിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് പോയിട്ട് 10 പൈസ അവിടുത്തെ ഉണ്ടിയിൽ ഇട്ടില്ല. ഒരു ദിവസം ഒരു 10-28 മണിക്കൂർ അവിടെ നിന്നിട്ട് ഒരു പൈസ ഉണ്ടിയിൽ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇപ്പൊ എന്നെ പോലത്തെ പോയിട്ട് അവർക്ക് നേട്ടമൊന്നുമില്ലല്ലോ. അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ പോകണം. നമുക്ക് കൊടുക്കാൻ വേറെ വാങ്ങാൻ പറ്റുന്നവർ അവിടെ അർഹതയുള്ളവർ എത്രയുണ്ട്, അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലയിൽ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ഇത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു. അല്ലാഹു റസൂൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഉദ്ധരിക്കുന്നു, അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ഹിബ്ബത്തുഹും ബുത്തൂനഹും, അവരുടെ മുഖ്യ ലക്ഷ്യം പള്ളയാണ്. പള്ളയ്ക്കുള്ള മാർഗം, തിന്നാൻ എന്തെങ്കിലും കിട്ടണ്ടേ, പൈപ്പ് മാറണ്ടേ, ജീവിക്കാനുള്ള മാർഗത്തിന്റെ അപ്പുറം മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല. ഷറഫുഹും മതാവുഹും, അവരുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പാത്രങ്ങളും അലങ്കാര വസ്തുക്കളും വീട്ടുപകരണങ്ങളും ഇങ്ങനെ വാങ്ങിയിട്ട് അടുക്കി വെക്കലാണ്. നല്ല 2000-ന്റെയും 3000-ന്റെയും 4000-ന്റെ ഒക്കെ പാത്രം വാങ്ങിയിട്ടുണ്ടാവും വീടുകളിൽ. എന്നിട്ട് ആ വീടിന്റെ ഷോക്കേസിൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ വീട്ടിലത്തെ കഥയായി പറയുന്നത്, വേറെ ആരെയോ കുറ്റം പറയുമെന്ന് വിചാരിക്കണ്ട. ഒരൊറ്റ പാത്രം, നല്ല പാത്രം എടുത്തിട്ട് ചോറ് വയ്ക്കൂല. എന്നിട്ട് ഏറ്റവും പഴയ സ്റ്റീലിന്റെയോ 10 റുപ്യന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ പാത്രത്തിൽ ചോറ് വയ്ക്കും. ഇനി ഈ നല്ല പാത്രം ആർക്ക് വയ്ക്കാനാ? നമ്മൾ മരിച്ചിട്ട് മക്കൾക്ക് തിന്നാനാ? ഇതിപ്പോ ഞമ്മ തിന്നേണ്ട പാത്രമാണ്. അതൊക്കെ എന്തിനാ പിന്നെ ഷോക്കേസിൽ വെക്കണത്? വെന്നോര് കാണാൻ. അതിന് മിക്സിയും ഗ്രൈൻഡറും ഫ്രിഡ്ജും എന്തൊക്കെ വാങ്ങാൻ പറ്റും എല്ലാം വാങ്ങി നിരത്തി ഇങ്ങനെ വെക്കും, ഒന്നും ഉപയോഗിക്കില്ല. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത്. ഇതാണ് ആ കാലഘട്ടത്തിലെ ആളുകളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ദീനുഹും ദീനാറുഹും വദറാഹിമുഹും, അവരുടെ മതം എന്ന് പറയുന്നത് ദീനാറും ദിർഹമുമാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. പക്ഷെ ആ വാക്കിന് ഒരർത്ഥമുണ്ട്. ദീനാറാണ്. നാറ് പറഞ്ഞ എന്താ? അത് തീയാണ്. ദിർഹമാണ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? മനോവിഷമമാണ്. അപ്പൊ ദീനാറിന്റെയും ദിർഹമിന്റെയും കൂടെ പോകണമെനിക്ക് തീയാണ് കിട്ടുക. ജീവിതകാലത്ത് മുഴുവൻ അവൻ ഹമ്മിലും ആയിരിക്കും, ആഖിറത്തിൽ തീയുമായിരിക്കും. നഴുതുമില്ല, അല്ല നമ്മളെ കാക്കട്ടെ. അപ്പൊ ദീനാറും ദിർഹമുമാണ് അവരുടെ ദുനിയാവ്. അങ്ങനത്തെ ഒരു കാലം വരുമ്പോ കിബിലത്തുഹും നിസാഉഹും, അവരുടെ കിബില, അവര് മുന്നിടുന്നതും അവര് ചിന്തിക്കുന്നതും അവര് തിരിയുന്നതും അവരെല്ലാ കാര്യത്തിലും എവിടെയും എന്താണ്? ഒക്കെ പെണ്ണായിരിക്കും. നിസാഉഹും ഉലൈക ശിറാറുൽ ഖൽഖി ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരാണ് ഭൂമി ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മോശക്കാരായ ജനത. ആ വിഭാഗമാണ്. ഈ അടയാളങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായത് മുഴുവനില്ലേ? എല്ലാ അടയാളവും ഇപ്പൊ നമ്മളിൽ ഇല്ലേ? നഴുതുമില്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. ഇങ്ങനത്തെ ഒരു സമൂഹമായി മാറുമ്പോ അവർ വൃത്തികെട്ട ഒരു സമൂഹമായി മാറും. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അവരാണ് വൃത്തികെട്ട സമൂഹം, അവരാണ് മോശക്കാര്. നഴുതുമില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇപ്പൊ എവിടെയും എന്തിലും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഒക്കെ ഈ പറയുന്ന രൂപത്തില് പെണ്ണുങ്ങളാണ്. ബസ്സിൽ പോയാൽ, ഇന്നലെ രാവിലെ ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബസ് ഇങ്ങനെ പോവുകയാണ് എൻ്റെ വീട്ടിന്റെ മുമ്പിലൂടെ. പത്തനാപുരത്ത് നാളെ എടുത്തിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ പകുതി വരെ ആള് പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കണുണ്ട്. അത് പോരാഞ്ഞിട്ട് നിൽക്കണുണ്ട്. അതിന്റെ അപ്പുറം
ആണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് സീറ്റിൽ പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ ആരോ ബസ്സിലില്ല, ബസ്സിൽ മുഴുവൻ പെണ്ണുങ്ങൾ. ഇനി നമ്മൾ കടയിൽ ചെന്നാലുള്ള അവസ്ഥ എന്താ? നിറച്ച് പെണ്ണുങ്ങളാണ്. ഒരു ടൗണിൽ ചെന്നാലുള്ള അവസ്ഥ എന്താ? നിറച്ച് പെണ്ണുങ്ങളാണ്. ഇനി ഇലക്ഷൻ പ്രചരണം തുടങ്ങിയാലുള്ള അവസ്ഥ എന്താ? മത്സരിക്കാൻ പോണതൊക്കെ ആരാ? ഒക്കെ പെണ്ണുങ്ങളാണ്. അപ്പൊ എന്റെ നാട്ടില് എന്റെ അയൽപക്കത്തൊക്കെ ഉള്ളതൊക്കെ അവസ്ഥ തന്നെ ഞാൻ ഈ പറയുന്നത്. പുറത്തിറങ്ങാത്ത നാണവും മാണവും സമാധാനത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ പുറത്തിറക്കി പടക്കാക്കി. അതിനുള്ള ഇലക്ഷനാ ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞത്. നല്ല കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന പെണ്ണുങ്ങൾ. പക്ഷെ മാപ്പിളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഒന്ന് അലവലാതിയാക്കണം എന്ന് ഇബ്ലീസ് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ പെണ്ണ് ഈ ഇലക്ഷൻ കഴിയുന്നവരെ വീടുകളിലൂടെ തെണ്ടി അതിന്റെ നാണവും മാനവും പോയി. അവസാനം ചിലപ്പോൾ അതിന്റെ ഇടയിൽ അവളുടെ ജീവിതം തന്നെ തകരാറാവും. മാപ്പിളയായിട്ട് അവൾ തെറ്റും, കുടുംബം തന്നെ തകരും. അങ്ങനെ എത്ര എത്ര ഇലക്ഷൻ പ്രചരണവും ഈ വൃത്തികേടുമായി നടക്കുന്ന എത്ര പെണ്ണുങ്ങളാണ് കുടുംബം നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്ന ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉത്തുലീത്തും ബിഫിത്രത്തിൽ ലറായി ഫസബർത്തും. നിങ്ങളെ അബൂജഹലിനെ പോലുള്ള, ഉത്ബത്തിനെ പോലുള്ള, ഷൈബത്തിനെ പോലുള്ള ദുഷ്ടന്മാര് നിങ്ങളെ ആക്രമിച്ചു. നമ്രൂദും ഫിറഔനും ഒക്കെ നിങ്ങളെ ആക്രമിച്ചിട്ടും നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചവരാണ്. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അതൊക്കെ ക്ഷമിച്ച ആളുകളാണ്. ഫസതുബ്തലൂന, പക്ഷെ നിങ്ങളെ ഇനി പരീക്ഷിക്കപ്പെടാൻ പോകുന്നുണ്ട്. ബിഫിത്നത്തി സറായി, ഐശ്വര്യത്തിന്റെ നാശം കൊണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല മുതല് തരും, സൗകര്യം തരും, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകകൾ തരും. അങ്ങനെ വരുമ്പോ ഫിത്നത്തിൻ നിസാ, അതാണ് പെണ്ണുങ്ങളെ കൊണ്ടുള്ള നാശം. ഇതാ തസവ്വർന ദഹബ, അവര് പൊന്ന് ധരിക്കുകയും വൽ ഫില്ലത്ത, വെള്ളി ആഭരണങ്ങൾ ധരിക്കുകയും വലബിസ്ന റിബാത്ത ശാമി വസ്ബൽ യമൻ, വിദേശത്തു നിന്നും ഷാമിൽ നിന്നും യമനിൽ നിന്നൊക്കെ വരുന്ന മുന്തിയ വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിട്ട് അവർ പണക്കാരന്റെ പിന്നാലെ പോകുന്ന ഒരു കാലം വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതാണ് ഇന്നത്തെ ലോകം. കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ മണ്ണാർക്കാട്ടുകാരി മുബീന എന്ന് പറഞ്ഞൊരു പെണ്ണ്, നിങ്ങൾ വായിച്ചിട്ടില്ലേ? മണ്ണാർക്കാട്ടുകാരി മുബീന 9ാം ക്ലാസ്സിൽ തോറ്റതാ സാധനം. 9ാം ക്ലാസ്സിൽ തോറ്റൊരു പെണ്ണ്, മുബീന എന്നാ പേര്. ആ പെണ്ണ് പാലക്കാട് ടൗണിൽ തന്നെയുള്ള കാവിൽപ്പാട് നാഗയക്ഷി ക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്ന് നമ്പൂരി പെണ്ണായിട്ട് അഭിനയിച്ച്, ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ട് ആ പൂജാരിയിൽ നിന്ന് തട്ടിയത് 68 ലക്ഷം രൂപ. പൂജാരിന്റെ ഇത്ര പൈസ ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം നമുക്ക് മൗലവിമാരുടെ അവസ്ഥയെ അറിയുള്ളൂ. അവരുടെ ഒന്നുമില്ല, സർട്ടും മുണ്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പൂജാരിന്റെ കയ്യിൽ നിന്ന് എത്ര അവള് പറ്റിച്ചത്? 68 ലക്ഷം രൂപ. പേരെന്താ? മുബീന. യോഗ്യത എന്താ? 9ാം ക്ലാസ്സിൽ തോറ്റതാ. മണ്ണാർക്കാട്ടുകാരിയുടെ പെണ്ണ്. ആലോചിച്ച് നോക്കണം. ഇപ്പൊ 2-3 ദിവസം വിശദമായിട്ടുണ്ടായിരുന്നു പേപ്പറിൽ. അവളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. 68 ലക്ഷം രൂപ അവളെ പറ്റിച്ചു. അയാളെ പറ്റിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിന്റെ മുമ്പിൽ നമ്പൂരിനെ വരാൻ പറഞ്ഞു. പൂജാരി വരുമ്പോൾ ഇപ്പോൾ കഴുത്തിലൂടെ ഡോക്ടർമാരുടെ സർട്ടും അതിന്റെ മേലെ ആ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണത് കാണുകയും ചെയ്തു. അപ്പൊ അയാൾക്ക് ഉറപ്പായി ഡോക്ടറാണ്. അതിന്റെ പുറമെ ഇപ്പോൾ നമ്പൂരിച്ചാണെന്ന് അയാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നിട്ടാണ് 68 ലക്ഷം തട്ടിയിരിക്കുന്നത്. ഒരു നമ്പൂരി കൊടുക്കലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ പെണ്ണുങ്ങള് റസൂലുള്ള പറഞ്ഞ പോലെ അവര് പുറത്തിറങ്ങി അങ്ങ് വിലസാൻ തുടങ്ങിയപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ നോക്ക്, ഗുരുവായൂർ അമ്പലത്തിൽ ജസ്ന സലീം അല്ലേ, എന്റെ പേര് ജസ്ന എന്നല്ല അവളുടെ പേര് അല്ലെ, ജസ്ന സലീം പറഞ്ഞൊരു അലവലാതി, ഒരു മുസ്ലിം പേരുള്ള ഒരു തമ്മാടിച്ചി അമ്പലത്തിൽ 6 ദിവസത്തെ പൂജയാണ് മടക്കിപ്പിച്ചത്. ഇവിടെ അമ്പലത്തിൽ പോയി റീലെടുക്കുക. ഒരു മുസ്ലിം നാമധാരി അവിടെ ചെന്ന് കഴിഞ്ഞാല് അമ്പലത്തിൽ എപ്പോ അശുദ്ധമായിട്ടുണ്ടോ അവിടെ തുടങ്ങിയിട്ട് ഇനി ഒരു ദിവസം 10-14 ലക്ഷം ഉറുപ്പ്യന്റെ പൂജ നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തില്. നമ്മളെ പോലെ 5 നേരത്തെ നിൽക്കാറല്ല, അവിടെ ലക്ഷങ്ങൾ ചെലവുണ്ട് ഓരോ പൂജയ്ക്കും. ഈ പറഞ്ഞ പൂജകളൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? 6 ദിവസത്തെ പൂജ ഇവിടായിട്ട് മടക്കേണ്ടി വന്നു. ഹൈക്കോടതി കർശനമായി നിരോധിച്ചിട്ടുണ്ട് അവിടെ മുസ്ലിങ്ങൾ പ്രവേശിക്കരുത്. അതുപോലെ നിലവെക്കാളുമ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. നരമ്പ് ചെയ്തിട്ടില്ല, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. 2 ദിവസം മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ ചത്തില്ല. അവള് എന്നെ എല്ലാവരും ഇങ്ങനെ ആക്കുകയാണ്, ഞാൻ നിരപരാധി എന്നൊക്കെ പറഞ്ഞ് അവള് വീഡിയോ കിട്ടിയിരുന്നു. ഞാൻ അതിന്റെ അടിയിൽ എഴുതിയിരുന്നു, ഹിന്ദുക്കൾ നല്ലവരായതുകൊണ്ടാ നിന്നെ കൊല്ലാത്ത, അല്ലെങ്കിൽ പണ്ടേ കൊന്നിരുന്നു. ഹിന്ദുക്കൾ നല്ലവരാണ് ഉറപ്പല്ലേ, അല്ലെങ്കിൽ അവര് കൊല്ലൂല്ലേ? പണ്ടേ ഇവിടെ ഈ തോന്നിയാസത്തിൽ അവിടെ നിൽക്കോ? ഇവിടെ അമ്പലത്തേക്ക് കയറി തോന്നിയാസം കാണിക്കാൻ മുസ്ലിം പേര് തലയിലൊരു തട്ടുവിട്ടിട്ടാണ് ചെയ്യുക. ഇവിടെ എന്ത് മുസ്ലിം? ഇവിടെ മുസ്ലിമോ അല്ല, ഒന്നുമല്ല. പക്ഷെ ഹിന്ദുക്കൾ സമാധാനം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട്
അവരത് ക്ഷമിച്ചു. അവർ കോടതിയിലേ പറഞ്ഞുള്ളൂ, ഹൈക്കോടതിയിലേ പറഞ്ഞുള്ളൂ ഇതിനെ നടപടി ഉണ്ടാക്കി തരണമെന്ന്. നോക്ക് നിങ്ങൾ, അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുള്ള ശല്യം, ഇത്തരം തമ്മാടിച്ചികളെ കൊണ്ടുള്ള ശല്യം ലോകത്താകമാനം വ്യാപകമായതിന്റെ ഫലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലോകമാതലയിൽ നീങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, പെണ്ണെന്ന് പറയുന്നത് ചിപ്പിയിലെ മുത്താണ്. അങ്ങനെ ചിപ്പിയിലാകുമ്പോ അത് മുത്താണ്. പെണ്ണ് വീട്ടിനുള്ളിലാകുമ്പോ അവിടെ മുത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഖർന ഫീ ബുയൂത്തികുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. നിങ്ങൾ ആ ചിപ്പിയിൽ കഴിയേണ്ട മുത്തുകളാണ്. പക്ഷെ ആ മുത്ത് പുറത്തിറങ്ങിയാലോ, ചിപ്പിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വൈദാ ഖറജത്ത്, ആ പെണ്ണ് വീട്ടിൽ നിന്ന് ഇലക്ഷന്റെ പേരിലോ പരിഷ്കാരത്തിന്റെ പേരിലോ എന്ത് പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇസ്തശ്റഫഹ ശൈത്താൻ, ശൈത്താൻ ആ പെണ്ണിന്റെ പിന്നാലെ കൂടും. അവളിലേക്ക് ശൈത്താൻ ആവാഹിക്കപ്പെടും. ശൈത്താൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ശൈത്താനെ അന്വേഷിച്ച് പോകണ്ട, അവൾ തന്നെയാണ് ശൈത്താൻ. അതുകൊണ്ട് അത്തരം അവസ്ഥ പെണ്ണിന് വന്നതാണ് ഈ മുബീനയിലൂടെ, ഈ ജസീനയിലൂടെ, ഇതുപോലെ കുറെ പെണ്ണുങ്ങളിലൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅഖറബു മാ തഖൂലു ഫീ റൗഹത്തി റബ്ബിഹ, പെണ്ണ് റബ്ബിന്റെ കാരുണ്യത്തിലാകുന്നതിൽ ഏറ്റവും അടുപ്പമുള്ളത് വഹിയ ഫീ ഖൈരി ബൈതിഹ, അവൾ ആ പെണ്ണിന്റെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോഴാണ്. പുറത്തിറങ്ങിയാൽ അത് പിശാചാണ്. തുഖ്ബിലു ഫീ സൂറത്തി ശൈത്വാൻ, അല്ലാഹു റസൂൽ പറഞ്ഞു, മുന്നിലേക്ക് വരുമ്പോൾ അത് പിശാചിന്റെ രൂപമാണ്. വതുദ്ബിറു ഫീ സൂറത്തി ശൈത്വാൻ, അവൾ പുറകോട്ട് പോകുമ്പോ മറ്റൊരു പിശാചാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാനുണ്ടായ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ആ പെണ്ണ് വീട്ടിലാകുമ്പോഴാണ് മുത്ത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൾ മുത്തല്ല, തനിച്ച പിശാചായി മാറുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത്രമാത്രം ശല്യം ഈ പെണ്ണുങ്ങളെ കൊണ്ടുണ്ടാകുന്നത്. ഇതിന്റെ കാലമാണ് ഇലക്ഷൻ പ്രചരണത്തിന്റെ പേരിൽ ഇനി നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും